കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ പെറ്റിനെ കാട്ടിത്തരാം. കുറേ പെറ്റുണ്ട്, കുറച്ചുള്ളൂ. ഇതാണ് നമ്മളുടെ ബ്രൂണോ. ആരാ ബ്രൂണോ? എൻ്റെ പട്ടിയാണ്, എൻ്റെ ഡോഗാണ്. ഇതാണ് നമ്മുടെ കോഴി കുറേ ഉണ്ട്. ഇതാണ് നമ്മുടെ പൂച്ച, അവിടെ ഇരിക്കണ കണ്ടില്ലേ? ചക്കു എന്നാണ് പേര് ഇതിൻ്റെ. കണ്ട, ചക്കുന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയാണ്. ഇതാണ് നമ്മുടെ ചക്കു. കുറച്ചും കൂടി കോഴികളുണ്ട്. ദേവൻക്കോ കണ്ട, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ പൂവൻ കോഴി. ഇത് പെടക്കോഴികളാണ്. ഒരെണ്ണം കൂടി ഉണ്ട് പെടക്കോഴി. അതിനെ കാണാനില്ല, എങ്ങാണ്ടൊക്കെ പോയി തിന്നാനൊക്കെ അങ്ങോട്ടൊക്കെ പോകും. രാവിലെ ആവുമ്പോൾ അഴിച്ചു വിടും, എന്നിട്ട് സന്ധ്യ ആവുമ്പോൾ അതുങ്ങൾ തനിയെ കയറിക്കോളും കൂട്ടിൽ. കണ്ടോ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ വണ്ടി. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ പൂക്കൾ അങ്ങടെ ഉണ്ട്. കണ്ട, കുറേ പൂക്കൾ ഉണ്ട്. റോസാപ്പൂവുണ്ട്, കുറേ അങ്ങനെ പൂക്കളൊക്കെ ഉണ്ട്. കണ്ടോ, തെങ്ങുണ്ട്. കുഞ്ഞിത്തെങ്ങ് നമ്മൾ നട്ടേണ് അന്നൊരു ദിവസം. ഇപ്പം ഇത്രയും വലുതായി നട്ടപ്പോൾ ഒരു കുഞ്ഞി പൊടിത്തൈയാണ് നട്ടത്. അപ്പം ദേ ഇത്ര പോയി. കുറേ അങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. ഉണ്ടോ, കോഴിപ്പൂവുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കിയേ, പൂവൻകോഴി. കണ്ട, ഹലോ, നോക്കട്ടെ ഇങ്ങോട്ട്. അവനിടം കണ്ടിട്ട് നോക്കണേന്. പിന്നെ ഇതൊക്കെ ചെത്തിപ്പൂവ്. കണ്ടോ, കുറേ ഉണ്ടായിരുന്നു, രണ്ടെണ്ണം വിരിഞ്ഞിട്ടുള്ളൂ. വെയിലൊക്കെ വന്നങ്ങനെ കൊഴിഞ്ഞൊഴിഞ്ഞു പോകും. ശംഖുപുഷ്പമുണ്ട്. കണ്ടോ, ഇനി നമ്മളുടെ നമ്പ്യാർ വട്ടം പൂക്കൾ കുറേ ഉണ്ട്. കണ്ട, അടിയിലുണ്ടായിരുന്നതാണ്. കുറേ ഈ മരത്തിൽ നിറച്ച് നമ്പ്യാർ വട്ടം. കണ്ട, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ നമ്മുടെ തുളസി ഉണ്ടാവും. തുളസി നമ്മുടെ മയിലാഞ്ചി ചെടിയാണ്. അരച്ചരച്ച് കയ്യിലങ്ങാട് ഇടുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു വലിയ മരമുണ്ട് മയിലാഞ്ചി ചെടിയില്ല. കണ്ടോ, ഇതാണ് മയിലാഞ്ചി ചെടി. പിന്നെ നമ്മുടെ കണ്ടോ മണി പ്ലാന്റ്. കണ്ടോ, പിന്നെ നമ്മുടെ വെള്ളത്തിലും മണ്ണിലൊക്കെ നടും കുറേ ചെടികളൊക്കെ ഉണ്ട്. ഉണ്ടോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൂവാണ്. നല്ല രസമുണ്ട്, കുഞ്ഞു പൂവ്. പിന്നെ നമ്മുടെ പനിക്കൂർക്കയാണ്. ഇതേ കണ്ടോ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എന്നാലും എനിക്ക് ഇത് രണ്ടുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. ഒരു നീലപ്പൂവ്, പിന്നെ റെഡ് പൂവുണ്ട്. എനിക്കും അത് ഇഷ്ടപ്പെട്ട. ചെടികളും ഉണ്ട് കുറേ. പിന്നെ ഒരു ടാങ്കാണ്, അതിൽ മീനുകളുണ്ട്. ഒളിച്ചിക്കടത് പോണ്, പാവലായതുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പോൾ ഇത്ര